ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡ്, ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ മാർക്കറ്റ് കൂടുതൽ മൂവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒരു ഇൻസൈഡ് ക്യാൻഡലായിട്ട് അല്ലെങ്കിൽ ഹാൾട്ട് ക്യാൻഡലായിട്ട് അതേപോലെ അല്ലെങ്കിൽ ഡോജി ക്യാൻഡലായിട്ട് ക്ലോസ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ചെറിയ ഒരു റിവേഴ്സൽ കാണിച്ചു. മാർക്കറ്റ് നിഫ്റ്റിയുടെ കേസ് തന്നെ നമുക്ക് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, മേലേക്ക് പോയി. എന്നത്തെയും പോലെ എന്ത് ചെയ്തു, ഒരു ഫസ്റ്റത്തെ 2-3 ക്യാൻഡിൽ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്തു. പിന്നീട് അതിനകത്ത് തീരെ തന്നെയാണ് ചെയ്തത്. വേറെ കാര്യമായിട്ട് മൂവ്മെൻറ്റുകളൊന്നും തന്നിട്ടുണ്ടായില്ല. ഉച്ചയ്ക്ക് ശേഷം കാര്യമായിട്ട് മൂവ്മെൻറ്റ് ഒന്നും നല്ല നിഫ്റ്റി എന്ത് ചെയ്തു, സൈഡ് വെച്ചായിട്ടാണ് തീർന്നത്. അപ്പം ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നാളെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാഴ്ച മാർക്കറ്റ് സൈഡ് വൈസ് ആയി തീരാം എന്നുള്ളതാണ്. കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റുകളൊന്നും മാർക്കറ്റ് തരാൻ ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി ഈ ആഴ്ച തരാനുള്ള മൂവ്മെൻറ്റ് തന്നു എന്നുള്ളതാണ്. അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന എവിടെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാർക്കറ്റിലുള്ള മൂവ്മെൻറ്റുകൾ കംപ്ലീറ്റ്. അഥവാ 23,900 അല്ലെങ്കിൽ 24,000 താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഈ ഒരു ബിയർഷ്നസ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് താഴെ റീടെസ്റ്റ് ചെയ്യാൻ വരാം എന്നുള്ളത് തന്നെയാണ്. ഇൻ കേസ് നാളെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 24,273 അല്ലെങ്കിൽ 350 എന്നുള്ള ലെവൽ, 324 എന്നുള്ള ലെവലുകൾ ടാർഗറ്റ് എന്ത് ചെയ്യാം, നിഫ്റ്റിയിലെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. വലിയ ക്വാണ്ടിറ്റിയിലോ വലിയ സ്റ്റോപ്പ് ലോസോ വെച്ചിട്ടുള്ള ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പിന്നെ 2 രീതിയുള്ളൂ. ഒന്നും വേണം, ഇതിൻ്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ താഴത്തേക്ക് പ്ലാൻ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ വന്നാൽ എന്ത് ചെയ്യാം, ഈ ക്ലോസിങ്ങിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ മേലേക്കുള്ള ട്രേഡുകളും പ്ലാൻ ചെയ്യാം. വലിയ ഗ്യാപ്പ് അപ്പിൽ നമ്മൾ മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻ ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പം ഫസ്റ്റ് വലിയ ഗ്യാപ്പ് അപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഗ്രീൻ ആണോ അല്ലെങ്കിൽ റെഡ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ അതിനുശേഷം റീടെസ്റ്റ്മെന്റ് തന്ന് തിരിച്ച് കയറി പോകാൻ എന്ത് ചെയ്യാം, നമുക്കും മേലക്കിൽ എൻട്രികൾ പ്ലാൻ ചെയ്യാം. റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, എപ്പോഴാണോ ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് തരുന്നത് അതുവരെ വെയിറ്റ് ചെയ്യുക. അതേപോലെ ഡൗൺ സൈഡ് ആണെങ്കിൽ അപ്പം വലിയ റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ പിന്നെ ഈ ഭാഗത്തിലെ ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത കുറവാണ് ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എന്നുള്ളതുകൊണ്ട് അവിടെ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഇനി നിഫ്റ്റി ബാങ്ക് കൂടെ നമുക്ക് നോക്കാം. നിഫ്റ്റി ബാങ്ക് ഒരു സമയത്ത് നല്ല മൊമെൻ്റ് ഒന്നും കാണിക്കാൻ നിൽക്കായിരുന്നു. പക്ഷേ ഈ ഒരു മൊമെൻ്റം നോക്കിയാൽ മതി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ എങ്ങനെയാണ് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്താൽ അറിയാൻ പറ്റും. ഒരു വലിയ സെൽ ഓഫ് ക്യാൻഡിലാണ് വന്നത് അല്ലേ, ഒരു വലിയ സെൽ ഓഫ് ക്യാൻഡിൽ 52,177 വരെ പോയ മാർക്കറ്റാണ് അടുത്ത 2-3 ക്യാൻഡിൽ 834 വരെ വന്നത്. നല്ല സെൽ ഓഫ് ക്യാൻഡിൽ വന്നു. അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് സപ്പോർട്ട് സോണിലെത്തി 51,773 എന്നുള്ള സപ്പോർട്ട് സോണിലെത്തി. ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് വന്നു, പിന്നെ ഇവിടെ സൈഡ് വൈസ് ആയിട്ട് തീരാണ് ചെയ്തത്. ഈ ഒരു ട്രെൻഡ് ലൈന് റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിന്നത് എന്നുള്ളതാണ്. അപ്പോൾ നാളെ ഈ ഒരു ലെവലിൻ്റെ താഴെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇവിടെ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഇവിടെ വന്നു കഴിഞ്ഞാൽ 51,990 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ ക്യാൻഡിലിൻ്റെ ലോ വരെയാണെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എപ്പോൾ കിട്ടുന്നോ അതുവരെയൊക്കെ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ട. ഇതിന് താഴെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡുകൾ വലിയ രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. മേലേക്കാണെങ്കിൽ ഈ ഒരു ഏരിയ അല്ലേ, ഈ ഒരു ഏരിയ കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് ഉണ്ട്. അതേപോലെ ഇവിടെ നിന്നാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതുവരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇവിടെ വന്നാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെയോ അല്ലെങ്കിൽ 52,600 അല്ലെങ്കിൽ ഈ ലെവൽ വരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് വലിയ ട്രേഡ്, ചെറിയ ട്രേഡ് ക്വാണ്ടിറ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യും. വലിയ ക്വാണ്ടിറ്റി എന്തായാലും ട്രേഡ് പ്ലാൻ ചെയ്യേണ്ട. ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഉണ്ടാക്കിയിട്ട് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, മേലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ട. സിമ്പിൾ ബ്രേക്ക് ഔട്ടിൽ സത്യം പറഞ്ഞാൽ നാളെ നമ്മളെ തിങ്കളാഴ്ച ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി നാളെ മാർക്കറ്റ് അല്ലെങ്കിൽ മറ്റേ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നടക്കുക. ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് എത്ര നേരം അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് നോക്കുക. ഈ സപ്പോർട്ട് മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പ്രോബിലിറ്റി എന്തായിരിക്കും, ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ് എന്തെങ്കിലും ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 52,846, 52,950, 53,50 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇന്ന് സെൻസെക്സും അത്യാവശ്യം നല്ല ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് തന്ന സമയത്ത് തന്നെ ഏറ്റവും ഡേ ലോ ടെസ്റ്റ് ചെയ്ത മാർക്കറ്റ് ഇവിടുന്ന് 79,934 ഏകദേശം 1000 പോയിന്റിന്റെ അടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റത്തെ ഈ ഒരു മൂവ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കംപ്ലീറ്റ് സമയം എന്ത് ചെയ്തു, മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആയിരുന്നു. ഒരു പോളൻ ഫ്ലാഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് നാളെ നമുക്ക് മാർക്കറ്റ് എന്ത് ചെയ്യാം, നമുക്കൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ
നല്ല ഒരു പിന്നെ മാർക്കറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം സെൻസെക്സിൽ മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുവരേക്ക് ടാർഗറ്റ് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് വെക്കാൻ തന്നെ 80,200 അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക ഈ ഒരു ലെവൽ 80,408 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്ത് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഡൗൺ സൈഡ് ആണെങ്കിൽ ഇതിന് താഴെ വന്നാൽ മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഈ ഏരിയ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു, അപ്സൈഡ് ബ്രേക്ക് ചെയ്ത് നമുക്ക് ട്രേഡ് ഉണ്ട്. ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്തു, ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് ഇതിനാണ് നമുക്ക് ട്രേഡ് ഉണ്ട്. ഗ്യാപ്പ് ഡൗണിൽ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിന് ശേഷം താഴത്തേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലാണ് നാളേക്കുള്ള ട്രേഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് വിക്സും അത്യാവശ്യം ഒരു 5% ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിക്സ് മാർക്കറ്റ് കൂൾ ഓഫ് ആയി എന്നുള്ളതിനെ ഒരു ഇൻഡിക്കേഷൻ കൂടെയാണ് വിക്സിന്റെ ഈ കൂൾ ഓഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാർക്കറ്റ് ഒന്നല്ലെങ്കിൽ 1-2 ദിവസം കൂടെ കൺസോൾട്ടേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ പതുക്കെ മേലേക്ക് സ്വിച്ച് ചെയ്യാം. ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു മാർക്കറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സെല്ലേഴ്സിന് അനുകൂലമായിട്ടുള്ള മാർക്കറ്റ് ആണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് പ്രോബിലിറ്റി എന്ന് പറയുന്നത് സെല്ലേഴ്സ് ആക്റ്റീവ് ആണെങ്കിൽ രാവിലെ മൂവ്മെന്റ് ഫസ്റ്റത്തെ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ മൂവ്മെന്റ് തീർന്ന് പിന്നെ വൈകിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ ഉച്ചശേഷം 1 മണിക്കൂർ 12:30 ശേഷം ഉള്ള മൂവ്മെന്റുകളായിരിക്കും നല്ല മൂവ്മെന്റ്. അപ്പോൾ അതിന്റെ ഇടയിലുള്ള ട്രേഡുകൾ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ആ സമയത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഉള്ള സമയം മൂവ്മെന്റ് ഇല്ലാത്ത സമയം ഏതാണെന്നുള്ളത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റായിട്ട് വാച്ച് ചെയ്തിട്ട് അതിനനുസരിച്ച് മാത്രം നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഇതേപോലെ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.